ഉറിയിൽ ഭീകരാക്രമണം നടന്നപ്പോഴും പുൽവാമയിൽ ഭീകരാക്രമണം നടന്നപ്പോഴും ബലാക്കോട്ടിൽ നമ്മുടെ രാജ്യം ശക്തമായി തിരിച്ചടിച്ചപ്പോഴും കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന് പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഉറിയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അത് നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ ഈ കോൺഗ്രസ് ശ്രമിച്ചു. പുൽവാമയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അത് നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നടത്തിയതാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു. ആ ആപ്തവാക്യമാണ് നമുക്ക് ചുറ്റുമുള്ള സുഡാപ്പികൾ എന്ന് പറയുന്ന ദേശദ്രോഹികൾ ഏറ്റെടുത്ത് ഇപ്പോഴും അവരുടെ വായിലൂടെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എവിടെ ഭീകരാക്രമണം നടന്നാലും ഇവിടെയുള്ള സുഡാപ്പികൾ ഇത് നടത്തിയത് സംഖ്യകളാണ് അല്ലെങ്കിൽ ജൂതന്മാരാണെന്നാണ് പറയുന്നത്. ഇത് എവിടെ നിന്നും ഇവർ പഠിച്ചു വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ളിൽ പ്രധാനപ്പെട്ട ഒരു ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കശ്മീരിലുള്ള മുസ്ലിങ്ങൾക്കുള്ള വകതിരിവ് പോലും കേരളത്തിലെ സുഡാപ്പി മുസ്ലിങ്ങൾക്കില്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവർ രാജ്യത്തിനെ എങ്ങനെയും തകർത്ത് ഇവരുടെ മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് സമാനമായ രീതിയിൽ, അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഓരോ സുഡാപ്പികളെയും നിങ്ങൾ നിരീക്ഷിക്കുക. ആ സുഡാപ്പികളുടെ എല്ലാം മനസ്സിൽ ഒരു ലഷ്കർ ഇ ത്വയ്ബ തീവ്രവാദി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. തക്കം കിട്ടിയാൽ അത് പുറത്തു ചാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തു തന്നെയായിരുന്നാലും ഈ സുഡാപ്പി തീവ്രവാദികൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ സംഘടനയെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ പോപ്പുലർ ഫ്രണ്ടിലെ ഭീകരവാദികളെല്ലാം നമുക്ക് ചുറ്റും താമസിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഈ പഹൽഗാം തീവ്രവാദ ആക്രമണം നടന്നതിനു ശേഷം കോൺഗ്രസ് അപകടം മനസ്സിലാക്കി. നരേന്ദ്രമോദിക്കും നമ്മുടെ രാജ്യത്തിനും ഒപ്പം നിന്നില്ലെങ്കിൽ ജനങ്ങൾ ചവിട്ടുകുട്ടയിൽ തങ്ങളെ എറിയുമെന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കൊണ്ടുപിടിച്ചുകൊണ്ട് ഇത്തവണ, കഴിഞ്ഞ തവണയല്ല, അതായത് ബലാക്കോട്ടിൽ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ ഇവർ പറഞ്ഞത് ആ ആക്രമണം പൈൻ മരങ്ങൾക്ക് മുകളിലായിരുന്നു എന്നുള്ളതാണ്. ഇലക്ഷനിൽ പൊട്ടി പണ്ടാരമടങ്ങി തിരിച്ചു വന്നപ്പോൾ അവസാനം ഇവറ്റകൾക്ക് മനസ്സിലായി രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ്, ഭൂരിപക്ഷ ജനത നരേന്ദ്രമോദിയോടൊപ്പമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സുരക്ഷയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്തോടൊപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞ് വലിയ നാടകം കളിക്കുകയാണ്. ഇതേ കോൺഗ്രസ് ഇത് ഒരുമിച്ച് നേരിടണമെന്ന് പറയുമ്പോഴും, ഈ പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് റോബർട്ട് വദ്രയിലൂടെ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തെ ആകെ നടുക്കിയതാണ്. ഈ ആക്രമണത്തെ എല്ലാ പാർട്ടി നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും വിമർശിച്ചു. എന്നാൽ ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 28 പേർക്ക് അനുശോചനം അറിയിച്ച റോബർട്ട് വാദ്ര എന്താണ് ANAയോട് പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കണം. അയാൾ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായ അന്തരീക്ഷം ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് രാജ്യത്തെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നത് എന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് കൊണ്ട്, ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത് എന്ന അത്യധികം ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഈ അധമൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എംപുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞ അതേ ബോബി, അതേ കാര്യം എംപുരാനിൽ വിവരിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് എംപുരാനിൽ പറയുന്നത്? എംപുരാനിൽ ഗുജറാത്ത് കലാപം നടത്തി അതിൽ സകലതും നഷ്ടപ്പെട്ട സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു ബാലൻ ലഷ്കർ ഇ ത്വയ്ബയിൽ പോയി ചേരുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ലഷ്കർ ഇ ത്വയ്ബയിൽ പോയി ചേരുന്നവരെല്ലാം ഈ രാജ്യത്തെ ഹിന്ദുക്കളാൽ വലിയ രീതിയിൽ ക്ഷതമേറ്റവരാണ് എന്ന വലിയ മെസ്സേജാണ് ആ സിനിമയിൽ നൽകിയിരിക്കുന്നത്. ആ മെസ്സേജിനെയാണ് ഇവിടെയുള്ള സംഘപരിവാർ ചോദ്യം ചെയ്തത്. ഇതേ ലഷ്കർ ഇ ത്വയ്ബ ഇന്ന് ഹിന്ദുക്കളെ ഇന്ത്യയിൽ കൊന്നൊടുക്കുമ്പോൾ ഇപ്പോൾ റോബർട്ട് വാദ്ര പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കണ്ടിട്ടാണ് ഇവിടെയുള്ള ഹിന്ദുക്കളെ അവർ കൊന്നൊടുക്കുന്നത് എന്നുള്ളത്. വലിയ വിവാദ പ്രസ്താവന, വലിയ പ്രതിഷേധമാണ് ഈ പ്രസ്താവനയെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മുസ്ലിങ്ങൾ പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്നത് തടയുകയോ വിഗ്രഹങ്ങൾ കണ്ടെത്താൻ പള്ളികളിൽ സർവേ നടത്തുകയോ ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നു. അത് സംഭലിൽ നടക്കുന്നുണ്ട്. റോബർട്ട് വാദ്ര ഇങ്ങനെയാണ് പറഞ്ഞത്. ബാബറിനെ കുറിച്ചോ ഔറംഗസേബിനെ കുറിച്ചോ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേദന തോന്നുന്നു. അത് രാഷ്ട്രീയവൽക്കരിക്കുകയും തടയുകയും ചെയ്യുന്നു. മതവും രാഷ്ട്രീയവും വേറിട്ട് നിൽക്കണം. ഇത് അവസാനിച്ചില്ലെങ്കിൽ ഇന്ന് നടന്ന ഭീകരാക്രമണങ്ങൾ തുടർന്നും നടക്കും എന്നാണ് റോബർട്ട് വദ്ര പറഞ്ഞിരിക്കുന്നത്. റോബർട്ട് വദ്രയ്ക്ക് അറിവുണ്ടായിരുന്നോ ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് എന്നുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ്. ഈ രാജ്യത്ത് ബാബറിനെ കുറിച്ച് പറഞ്ഞാൽ, അയോധ്യ അവിടെ ശ്രീരാമക്ഷേത്രം ഉയർത്തിയാൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ ഈ ആക്രമണത്തിൽ റോബർട്ട് വദ്രയുടെ പങ്ക് എന്താണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ID കണ്ടതിന് ശേഷമാണ് വെടിവെച്ചതെന്നതിന് തെളിവുണ്ട്. അവരെ കൊല്ലണോ അതോ വിട്ടയക്കണോ എന്ന് തീരുമാനിക്കാൻ
എവിടെ നിന്നാണ് ഈ ഭീകരർ വന്നത്, മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്നതാണ് ആ ഭീകരരുടെ മനസ്സിലുള്ള ഒരേ ഒരു വികാരം എന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓരോ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിലുള്ള ഉള്ളിലിരിപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് റോബർട്ട് വാദ്ര പറയുന്നത് തനിക്ക് ദുഃഖം തോന്നുന്നു, ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടൊപ്പമാണ് എൻ്റെ ചിന്തകൾ. നമ്മുടെ രാജ്യത്ത് ഈ സർക്കാർ ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും ന്യൂനപക്ഷങ്ങൾ അസ്വസ്ഥരും ആയി തോന്നുകയും ചെയ്യുന്നു. അത് നാം കാണുകയാണ്. ഒരു സമുദായത്തിന് അവരുടെ ഉത്സവങ്ങൾ, പ്രാർത്ഥനകൾ, പ്രസംഗങ്ങൾ എന്നിവ റോഡിൽ നടത്താൻ അനുവാദമുണ്ട്. മറ്റേ സമുദായത്തിന് വിലക്കുണ്ട്. ലോകം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആരും സന്തോഷവാനല്ല. അമർനാഥ് യാത്ര ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നു. അതിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഈ നരാധമൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഭീകരാക്രമണം വിശകലനം ചെയ്താൽ തീവ്രവാദികൾ ആളുകളുടെ വ്യക്തിത്വം നോക്കുന്നത് മനസ്സിലാകും. അത് തീവ്രവാദികളുടെ മനസ്സിലുള്ള ദുഃഖം കൊണ്ടാണ് എന്ന തരത്തിലാണ് റോബർട്ട് വാദ്ര പറയുന്നത്. കാരണം ഇവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഇവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ തീവ്രവാദികൾ ദുഃഖിതരാണ്. അതുകൊണ്ടാണ് അവർ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നതെന്ന വിവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ് റോബർട്ട് വാദ്ര പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.